പല തരത്തിലുള്ള ന്യൂസ് നമ്മൾ ഡെയിലി കാണാറുണ്ട്. അത് ചില ന്യൂസൊക്കെ നമ്മളെ ചിരിപ്പിക്കും, ചിന്തിപ്പിക്കും. അങ്ങനെ ഒരു ന്യൂസ് ഞാൻ ഇന്ന് കണ്ട്. ഞാനൊന്ന് വായിക്കാം. ആയുസ് കുറവാണെന്ന് ജ്യോത്സ്യൻ പറഞ്ഞതിന്റെ സങ്കടത്തിൽ 28-കാരി ജീവനൊടുക്കി. അതായത്, നിങ്ങളുടെ വീട്ടിൽ ഒരാൾ രാവിലെ വരുന്നു. അപ്പോൾ നിങ്ങൾ കുറച്ചൊക്കെ ജ്യോത്സ്യത്തിലേക്ക് വിശ്വാസമുള്ള ഒരാളാണെന്നിരിക്കട്ടെ. കുറച്ചല്ല, കുറച്ചധികം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വരുന്നു എന്ന് പറയാണ്. അതായത് കറക്റ്റ് സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സദാനന്ദന്റെ സമയത്തിനകത്തെ നമ്മുടെ ദിലീപിന്റെ അവസ്ഥ, ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആ ഒരു സ്റ്റേറ്റിലുള്ള ഒരാളാണെങ്കിൽ, ആ ഒരാളോട് ഒരു ദിവസം ഒരാൾ ഇങ്ങനെ വന്നിട്ട് പറയുകയാണ്, കറക്റ്റ് ആ സിനിമയ്ക്കകത്ത് നടക്കുന്ന സംഭവങ്ങൾ പോലെ തന്നെ ജീവിതത്തിൽ ഒരാൾക്ക് സംഭവിക്കാതിരിക്കട്ടെ. നേരിട്ട് ഒന്ന് പറയുകയാണ്, ഇന്ന ദിവസം ഇത്ര ഉള്ളൂ, നിങ്ങൾക്ക് ആയുസ് കുറവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദിലീപ് എങ്ങനെയാണോ തൂങ്ങിച്ചാവാൻ വേണ്ടി പോയത്, അതേപോലെ തന്നെ നോർമൽ മനുഷ്യർക്ക് സംഭവിക്കും. സിനിമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കുറച്ച് പകുത്തെടുക്കുന്ന സംഭവങ്ങളും ഉണ്ട് സിനിമയ്ക്കകത്ത്. അതുപോലെയൊക്കെ തന്നെ സംഭവിക്കും. ഇതിനകത്ത് ഇപ്പോൾ പറയുന്നത് 28-കാരി ജ്യോത്സ്യം വന്ന് പറഞ്ഞപ്പോൾ ഉടനെ ജീവൻ എടുക്കുന്നത്. ഞാൻ പറയട്ടെ, ഇപ്പൊ കുറച്ച് ആയുസുള്ള, ഇപ്പൊ ഇതിനകത്ത് കുറച്ച് വിശ്വസിക്കുന്ന ആളാണെന്നിരിക്കട്ടെ, കുറച്ചേ ആയുസുള്ളൂ എന്നിരിക്കട്ടെ, എന്നൊരു ജ്യോത്സ്യം പറഞ്ഞെങ്കിൽ, എങ്കിൽ പിന്നെ ആ ആയുസുള്ള അത്രയും കാലം ജീവിക്കണോടെ. നിങ്ങൾ എന്തിനാടെ ആയുസ് കുറവാണെന്ന് പറഞ്ഞ ഉടനെ എന്തിനു ഈ ചാവാൻ പോകുന്നേ? ആയുസ് കുറവാണെന്നുണ്ടെങ്കിൽ ആയുസ് കുറവായിട്ടുള്ള അത്രയും കാലം ജീവിക്കണം. ഇവരെന്തിന് ബേസിക്കലി നമ്മുടെ ഈ ജ്യോത്സ്യം അതുപോലുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ ഒരു എസ്റ്റിമേഷനിലുള്ള കളികളാണ്. അത് വിശ്വസിക്കുന്നവരുണ്ടായിരിക്കാം, വിശ്വസിക്കാത്തവരുണ്ടായിരിക്കാം. വിശ്വസിക്കുക എന്നുള്ളത് നിങ്ങളുടെ കാര്യം അല്ലെ, വിശ്വസിക്കുന്ന ആളുകളുടെ ഒരു കയ്യിലാണത്. പക്ഷെ അതിനെ നന്നായിട്ട് ഡീൽ ചെയ്യുക. നമുക്ക് ഏതൊരു വിശ്വാസമുള്ള പോലെ തന്നെയാണ്, അതിനെ ഒരുപാട് ഓവർ ആവരുത്. ഒരു പരിധിക്ക് നമ്മൾ നിർത്തണം. ഇതിപ്പോ ജ്യോത്സ്യം എന്ന് പറഞ്ഞാൽ ഒരു പരിധിക്ക് നമ്മൾ നിർത്തണം. ഇതിപ്പോ ഒരുപാട് ഓവറായിട്ട് ഇപ്പൊ ഇവിടെ നഷ്ടപ്പെട്ടത് ഇപ്പൊ എന്താ, ഒരാളുടെ ജീവനല്ലേ പോയത്. അപ്പോൾ ഇതുപോലുള്ള എത്രയോ വാർത്തകളാണ് ഡെയിലി നമ്മുടെ പ്രബുദ്ധ സാക്ഷര കേരളത്തിൽ സംഭവിക്കുന്നത്. ഒരുപാട് ന്യൂസുകൾ ഞാൻ തന്നെ ഡെയിലി ഇതുപോലത്തെ കാണാറുണ്ട്. ഇതിപ്പം കണ്ടപ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് ഇതിനെപ്പറ്റി ഒന്ന് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാന്ന് വെച്ചത്. അതായത് ഒരു ജീവിതം എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇതിനകത്ത് ഇപ്പോൾ ഈ ജ്യോത്സ്യനുണ്ടല്ലോ, ഈ ജ്യോത്സ്യൻ എന്ന് പറയുന്നത് നമ്മൾ മറ്റേ ശൃംഗാരവേലൻ, അത് തന്നെ ശൃംഗാരവേലൻ എന്ന് പറഞ്ഞൊരു പടമുണ്ട് ദിലീപിന്റെ. അതാണ് അതിനകത്ത് നമ്മുടെ ലാലുണ്ടല്ലോ, നമ്മുടെ കട്ടിശബ്ദക്കാരൻ, ആ ലാല് വന്നിട്ട്, നമ്മുടെ ഡയറക്ടർ ലാൽ വന്നിട്ട് ഒരു ജ്യോത്സ്യനായിട്ട് അതിനകത്ത് വരുന്നത്, ഈശോ ജ്യോത്സ്യൻ. എന്നിട്ട് നമ്മുടെ നെടുമുടി വേണു, പിന്നെ നായിക, പിന്നെ നെടുമുടി വേണുവിന്റെ വൈഫൊക്കെ ഇങ്ങനെ വന്ന് നോക്കുകയാണ്. അപ്പോൾ ഈ നെടുമുടി വേണുവിന്റെ മകളാണല്ലോ ഈ വരുന്നത്. അപ്പോഴത്തേക്ക് ഈ വരുന്ന ആളുടെ ജാതകം നോക്കണം. കാര്യം ദിലീപിന് ആ നായിക കല്യാണം കഴിയണം. അപ്പൊ ഈ ദിലീപ് കൊണ്ടിരുന്ന ആളാണ് നമ്മുടെ ജ്യോത്സ്യൻ എന്ന് പറഞ്ഞ, ഈ ലാൽ എന്ന് പറഞ്ഞ ഒറിജിനൽ ജ്യോത്സ്യൻ ഒന്നും അല്ല, പുള്ളി ഗുണ്ടയാ. എന്നിട്ട് പുള്ളി ജ്യോത്സ്യനായിട്ട് നമ്മുടെ ഇതിനകത്ത് തറവാടിനകത്ത് വന്ന് കയറുന്നതാ. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് പുള്ളി ഇങ്ങനെ മറ്റേ ഇതുണ്ടല്ലോ, അപ്പൊ ഇവര് ഫ്രണ്ട് വന്നിരിക്കുകയാണ്. അതായത് നെടുമുടിവേണുവിന്റെ എല്ലാവരും ഭയങ്കര ഫ്രണ്ട് വന്നിരിക്കുക നായികയ്ക്ക്. അപ്പം എന്തെങ്കിലും പറയണം. അപ്പം ദിലീപാണ് സൈഡിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ഓരോ കാര്യങ്ങൾ, ഇത് പറ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ പുള്ളി എന്ത് ചെയ്യുന്നു, ലാലെങ്ങനെ വെച്ചാൽ കുറച്ച് സാധനം ഉണ്ടല്ലോ, മറ്റേ ഈ മാറ്റുന്നേ ആ സാധനം ഇങ്ങനെ, അതിന്റെ പേര് കറക്റ്റ് അറിയില്ല. അപ്പൊ അതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട്, വെറുതെ അല്ല ഇവനെ ഇങ്ങനെ കൈ എടുക്കാതെ, നല്ല സുഖമെന്ന് അത് പിടിച്ചിട്ട്, അതായത് ഇവരെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കും ആ ഒരു സീനിനകത്ത്. എന്നിട്ട് അടുത്ത ഇതിനകത്ത് പറയാണ്. അപ്പം ഈ പുള്ളിക്ക് വലിയ കാര്യമായിട്ട് ഇതിനെ പറ്റിയൊന്നും അറിയത്തില്ല. അപ്പം ദിലീപ് അടുത്തെന്ന് പറയാണ്, എന്തെങ്കിലുമൊക്കെ പറ, എന്തെങ്കിലുമൊക്കെ മന്ത്രം ചെല്ലാൻ. അപ്പം സിനിമ പാട്ടൊക്കെയാണ് പാടുന്നത്. എന്നിട്ട് പുള്ളി ഇങ്ങനെ ഈ കുറച്ച് സാധനമൊക്കെ ഉണ്ടല്ലോ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയിട്ട് ഇങ്ങനെ പറയും. അപ്പം ദിലീപ് അടുത്തെന്ന് പറയാം, തിരുമേനിയുടെ നക്ഷത്രം മൂലം ചോദിക്കാൻ പറയും. അപ്പോഴത്തേക്ക് ലാലിങ്ങനെ ഉടനെ, തിരുമേനിയുടെ നക്ഷത്രം മൂലം ലേ ചോദിക്കും. അതായത് ഈ ഒരു സെറ്റപ്പിലായിരിക്കും ഈ കേസിൽ നടന്നിട്ടുണ്ടാവുക. അതായത് അവരെ സംബന്ധിച്ച് കുറച്ച് പൈസ ഉണ്ടാക്കുന്ന എന്നുള്ള രീതിക്ക് ഇവരുടെ അടുത്ത് ഒന്ന് പറഞ്ഞു കാണുക, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. ആ കറക്റ്റ് സത്യം പറഞ്ഞ സദാനന്ദന്റെ സമയം എന്ന് പറഞ്ഞ പടത്തിനകത്ത് എങ്ങനെയാണോ സംഭവിക്കുന്നത്, അതേ രീതിക്ക് ഒരുപാട് സംഭവങ്ങളുണ്ട്. അതുകൊണ്ടാണല്ലോ ഇതുപോലുള്ള വാർത്തകൾ ഡെയിലി വരുന്നത്. അതുകൊണ്ട് പുള്ളിക്കാരി ഇത് കേട്ടപ്പം കുറച്ച് ഡീപ്പായിട്ട് വിശ്വാസമുള്ള ഒരാളായിരുന്നായിരിക്കും. അപ്പോഴത്തേക്ക് അവർ വന്ന് കേട്ടപ്പോൾ തന്നെ ഇവർ ഇങ്ങനെ പറഞ്ഞു കാണും, അയ്യോ കുറച്ച് ആയുസുള്ളവർ ടെൻഷൻ അടിച്ച് കാണും. അതായത് ഒരു മൂർഖൻ പാമ്പ് നമ്മളെ കടിച്ചാൽ നമുക്ക് എത്രത്തോളം ഒരു ടെൻഷൻ ഉണ്ടാവും എന്നുള്ള രീതിക്ക് ഒരാൾ നമ്മുടെ അടുത്ത് വന്ന് പറയാതിരിക്കട്ടെ, നിങ്ങൾ നാളെ മരിക്കും എന്ന് നമ്മൾ ഏറ്റവും അധികം വിശ്വസിക്കുന്ന ഒരാൾ വന്നിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അല്ലെങ്കിൽ ആ ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ഒരാൾ വന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതുപോലെ ജ്യോത്സ്യം ഇത് വന്ന് പറഞ്ഞു, ഇതൊരു മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. ഇതിൽ വിശ്വാസമുള്ളത് നല്ലതാണ്. പക്ഷെ ഇത്രയൊന്നും പാടില്ല. ഇതെന്ത് ചോദിച്ചാൽ ജീവനല്ലേ പോകുന്നത്. അതിൽ കുറച്ച് ഡീപ്പായിട്ട് നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് അവർക്ക് കയ്യിൽ നിന്ന് കാര്യങ്ങളും കൺട്രോൾ പോകും. അവര് ജീവനൊടുക്കും ഇതുപോലെ. അപ്പൊ ഇതുപോലുള്ള എത്രയോ സംഭവങ്ങളാണ് നമ്മൾ ഇനിയും കേരളത്തിൽ ഇങ്ങനെ കാണാതിരിക്കുന്നത്. കുറച്ചും കൂടെ കെയർഫുൾ ആയിരിക്കുക. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിലാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നെങ്കിൽ പോലും കുറച്ചും കൂടെ കെയർഫുൾ ആയിട്ട് ഇതിനകത്തൊന്നും വലിയ കാര്യമില്ലെന്നൊക്കെ മനസ്സിലാക്കുക.
ഇനിയിപ്പോൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ പലരും നമ്മളിപ്പം എത്ര ഇല്ലെന്ന് പറഞ്ഞാലും ജ്യോത്സ്യവും കാര്യങ്ങളൊക്കെ ഈ ലോകത്ത് തന്നെ ഈ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മൾ എത്ര ഇപ്പം പലരും വന്ന് പറയും അതില്ല ഇതില്ല ഇതൊക്കെ നാളെ നിർത്തണം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞാൽ ഇതൊക്കെ ഈ കേരളത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളൊക്കെ തന്നെ ഇതൊക്കെ ഇവിടെ നടന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അതിൽ വിശ്വസിക്കുന്നവർ വിശ്വസിക്കുക, വിശ്വസിക്കാത്തവർ വിശ്വസിക്കാതെ പോവുക. എന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ആരെങ്കിലും വന്നിട്ട് നിങ്ങൾക്ക് നാളെ വരെ ആയുസുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഉടനെ പോയി ഏഹ് മരിക്കാതൊക്കെ ഇരിക്കുക കേട്ടോ.